എല്ലാവർക്കും നമസ്കാരം. സിനിമാ കാര്യത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയാണ്. 1999 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. സത്യൻ അന്തിക്കാടാണ് ഇതിൻ്റെ സംവിധാനം. AK ലോഹിതദാസാണ് ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ചെയ്തിരിക്കുന്നത്. ഒരു അച്ഛൻ മകൻ ബന്ധത്തിൻ്റെ ആഴം നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഇതിൽ റോയി എന്ന് പറയുന്ന കഥാപാത്രം ഒരു നാടക നടനാണ്. സ്വയം വലിയൊരു നടനാണ് എന്ന് വിശ്വസിക്കുന്ന റോയിയെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നീ ഒരു നല്ല നടനേ അല്ല എന്ന് പറയുകയും ചെയ്യുന്ന തിലകൻ്റെ കഥാപാത്രമായ കൊച്ചു തോമ. ഇവർ രണ്ടുപേരും തമ്മിലുണ്ടാകുന്ന ഒരു സ്നേഹബന്ധം മറ്റു മക്കൾക്ക് ചെറിയൊരു അസൂയൊക്കെ ഇതിൽ തോന്നുന്നുണ്ട്. റോയിയെ നശിപ്പിക്കുന്നത് മുഴുവൻ അച്ഛനാണ് എന്ന് പറയുന്ന മറ്റ് സഹോദരങ്ങൾ, അതുപോലെ അമ്മ. ഈ സിനിമയിൽ റോയിയുടെ അമ്മയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് KPSC ലളിതയാണ്. മേരിപ്പെണ്ണ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ മേരിപ്പെണ്ണ് ശരിക്കും ഇവരെ അച്ഛനെയും മകനെയും ഒരുപോലെ സ്നേഹിക്കുന്ന, അവർ ഇങ്ങനെയൊക്കെയാണ്, അവർ നല്ല ചങ്ങാതിമാരാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ KPSC ലളിത പറയുന്നുണ്ടെങ്കിലും മകനെ നശിപ്പിക്കുന്നത് മുഴുവൻ ഇങ്ങേരാണ് എന്ന് ഉള്ള രീതിയിലൊക്കെയാണ് ഒരു സിനിമയിലൂടെ കടന്നു പോകുന്നത്. സിനിമ തുടങ്ങി ഒരു 10-26 മിനിറ്റ് ആകുമ്പം ഒരു സീനുണ്ട്. അവിടെ വെച്ചാണ് റോയിയും കൊച്ചുതോമയും തമ്മിലുള്ള ഒരു അഗാധമായ ബന്ധം നമുക്ക് മനസ്സിലാകുന്നത്. റോയിയുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന, അപ്പൻ്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു മകൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റോയിയുടെ മൂത്ത ചേച്ചിയും ഭർത്താവും വീട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് ഇവർ തമ്മിൽ പറയുന്ന ഒരു സംഭാഷണമുണ്ട്. അവൾ എന്തുദ്ദേശത്തിലാടാ വന്നത് എന്നൊക്കെ അപ്പൻ ചോദിക്കുമ്പോഴത്തേക്കും കാശല്ല ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. മൂത്ത ചേച്ചിയുടെ ഭർത്താവിൻ്റെ സഹോദരിയെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് ഇത്തവണ ചേച്ചി വീട്ടിലേക്ക് വന്നേക്കുന്നത്. അത് അപ്പനായ കൊച്ചു തോമയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും റോയിയെ അവിടുന്ന് വളരെ ടാക്റ്റിക്കായിട്ട് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. അവരെപ്പോഴും പോയിരിക്കുന്ന, അല്ലെങ്കിൽ അപ്പനും മോനും തമ്മിൽ ഒരുപാട് സംസാരിക്കുന്ന, വളരെ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്ന ഒരു കുന്നുണ്ട്. ആ കുന്നിലേക്കാണ് അപ്പൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. ആ കുന്നിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അപ്പൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മച്ചിയുടെ കൈയും പിടിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ താഴെ കാണുന്ന ആ റോഡില്ല, അവിടെ ഒരു കല്ലുവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചിയുടെ കയ്യിലൊരു ട്രങ്ക് പെട്ടി ഉണ്ടായിരുന്നു, കിട്ടുന്നതൊക്കെ അതിൽ സ്വരുക്കൂട്ടി വെക്കും. അതിൻ്റെ താക്കോല് ഞാൻ ഇന്നും കണ്ടിട്ടില്ല, അന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ നിന്നാണ് അവരുടെ ഒരു സമ്പാദ്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആ ഒരു ട്രങ്ക് പെട്ടിയിൽ നിന്ന് തുടങ്ങി മക്കളെല്ലാം നല്ല നിലയിലായി എന്നൊക്കെ പറയുമ്പോഴും റോയ് ഒരു വലിയ ഉഴപ്പനാണ് എന്നുകൂടി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. നിൻ്റെ പേരിൽ എഴുതി വെച്ച 3-4 ലക്ഷം രൂപ കിടന്ന് തുരുമ്പെടുക്കുന്നത് കാണുമ്പോൾ അവൾക്കത് സഹിക്കില്ല എന്ന് കൊച്ചുതോമ പറയുന്നുണ്ട്. അപ്പോൾ റോയ്ക്ക് ഇത് കേട്ടിട്ട് അങ്ങ് വളരെ പെട്ടെന്നങ്ങ് ദേഷ്യവുമല്ല സങ്കടവും അല്ലാത്തൊരു രീതിയിൽ റോയി അവിടെ നിന്ന് പോവുകയാണ്. എന്ത് പറഞ്ഞാലും ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു റോയി. ഇതിൽ റോയി എന്ന കഥാപാത്രം ഫസ്റ്റ് ക്ലാസ്സിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. അപ്പോൾ റോയി അച്ഛനോടും അമ്മയോടും പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനത് പാസ്സായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നടനാകുക എന്നുള്ളതാണ്. പക്ഷേ അഭിനയിക്കാനേ അറിയില്ലാത്ത റോയി, അതെപ്പോഴും കൊച്ചു തോമ പറയുന്നുണ്ട്, നീ ഒരു നല്ല നടനേ അല്ല, നിനക്ക് അഭിനയിക്കാൻ അറിയില്ല. അപ്പോൾ റോയി പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്താൻ അനുവദിച്ചിട്ടില്ല. അപ്പൻ ഞാൻ വളർന്നപ്പോഴത്തേക്കും സമ്പന്നനായ അപ്പൻ്റെ മുന്നിൽ എനിക്കൊന്നും ജീവിതം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, ഒരു ദുരിതവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്ന റോയി. ഈ റോയി പിന്നീട് ഒരു നാടകം സംവിധാനം ചെയ്യുകയാണ്. അവരുടെ പള്ളിക്ക് വേണ്ടിയിട്ടാണ് ഈ നാടകം സംവിധാനം ചെയ്യുന്നതൊക്കെ. ഇങ്ങനെ ഒരു ദിവസം റോയി തൻ്റെ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു നാടകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കച്ചവടത്തിന് വരുന്ന നായിക, അവിടെ നായികയുടെ പേരൊന്നും പറയുന്നില്ല, അപ്പോൾ ഒരു ഫേസ് മസാജർ കൊടുത്ത് നായകനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. സാർ, ഭാവന വളരാനുള്ളതാണ്, ഇത് എല്ലാ സംവിധായകന്മാരും ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നായിക പറ്റിച്ച് ഈ ഒരു ഫേസ് മസാജർ എടുത്ത് തലയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്.
എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഭാവന വളരുന്നുണ്ടോ സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ തമാശ കലർന്നൊരു സീനാണത്. പിന്നീട് റോയിയുടെ അനിയത്തി കയറി വന്നിട്ട് പറയുകയാണ്, ഞാനും ഇതൊരെണ്ണം മേടിക്കാനിരിക്കുകയായിരുന്നു, ഫേസ് മസാജറാണിത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറ്റിച്ചല്ലോടി, ആകെ 100 രൂപയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 250 രൂപയ്ക്ക് ഫേസ് മസാജർ വിറ്റിട്ട് കടന്നു പോകുന്നൊരു നായിക. ഇങ്ങനെ പള്ളിക്ക് വേണ്ടിയുള്ള നാടകത്തിൻ്റെ രചനയൊക്കെ പൂർത്തിയാക്കി അതിൻ്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ നായിക ഇതുവരെ റെഡിയായിട്ടില്ല. നടി കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറില്ല എന്ന് പറയുന്ന റോയി. അപ്പോൾ മാമുക്കായ പറയുന്നുണ്ട്, ഞാൻ നടിയെ കൊണ്ടുതരാം, പണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ മണി പോലെ വന്ന് നിൽക്കുന്ന നായികമാർ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നായിക അന്വേഷിച്ചിറങ്ങുന്ന റോയിയും റോയിയുടെ സുഹൃത്തും. അങ്ങനെ നായിക അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു റോജ എന്ന് പറയുന്ന നായികയെ അന്വേഷിച്ച് പോവുകയാണ്. ഈ റോജയെ അന്വേഷിച്ച് ചെല്ലുന്ന വഴിക്ക് ഇവർക്ക് വീടറിയില്ല, വീടിൻ്റെ വഴി അന്വേഷിച്ച് പോവുകയാണ്. അപ്പം ഒരു കടയിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, നടി റോജയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ കടക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കാട്ടു റോജയുടെ വീടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അത് തന്നെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അന്വേഷിച്ചിറങ്ങുകയാണ് കാട്ടു റോജാനെ. കാട്ടു റോജാനെ അന്വേഷിച്ച് ചെല്ലുന്ന വഴിക്കാണ് നായകനായ റോയി നായികയായ ഭാവനയെ കണ്ടുപിടിക്കുന്നത്. ഭാവനയെ കണ്ടുപിടിക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റി കയറി ചെല്ലുന്ന ഒരു വീടാണ് ഭാവനയുടേത്. ഫേസ് മസാജർ കൊടുത്ത് അത് ഹെഡ് മസാജറാണ്, ഭാവന വളരാനുള്ളതാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയ ഒരു ഭാവനയെ ഇവിടെ ആ വീട്ടിൽ വെച്ച് കാണുകയാണ്. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി, ഒരുപാട് നല്ലവരെ പറ്റിക്കാൻ എളുപ്പമാണ് എന്ന് ഭാവന അവിടെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ റോയിയെ നമുക്ക് അവിടെ മനസ്സിലാകുന്നുണ്ട്. റോയിയുടെ കഥാപാത്രം വളരെ പാവമായിട്ടുള്ള ഒരു ശുദ്ധ ഹൃദയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് റോയി. അങ്ങനെ അവിടെ വെച്ച് ഭാവന ചോദിക്കുകയാണ്, നിങ്ങളുടെ നാടകത്തിൽ എത്ര രൂപ കിട്ടും അഭിനയിച്ച് കഴിഞ്ഞാൽ? അപ്പോൾ റോയി പറയുന്നുണ്ട്, 1000 രൂപയോളം കിട്ടും, എങ്കിൽ എനിക്ക് ആ 1000 രൂപ തന്നാൽ ഞാൻ വന്ന് അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞ് കാട്ടുറോജയെ തപ്പിപ്പോയ ആൾക്കാർ പുതിയൊരു നായികയായിട്ട് തിരിച്ചു വരികയാണ്. പിറ്റേ ദിവസം ഭാവനയും അരവിന്ദൻ എന്ന് പറയുന്ന അമ്മാവനും കൂടെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് വരികയാണ്. ഈ അമ്മാവൻ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് നെടുമുടി വേണു സാറാണ്. വളരെ കുടിയനായിട്ട് വളരെ പൂസായിട്ട് വരുന്ന ഒരു അമ്മാവൻ. ഈ അമ്മാവനെ കാണുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കഥാപാത്രത്തെ ഓർമ്മ വരും. തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ശോഭനയുടെ ഒപ്പം വരുന്ന പപ്പു, അവരും അമ്മാവൻ തന്നെയാണ്. അമ്മാവൻ കുടിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം നമുക്ക് അവിടെ ഓർമ്മ വരും. ഈ അരവിന്ദൻ എന്ന് പറയുന്ന അമ്മാവൻ വളരെ നമുക്കൊട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കഥാപാത്രമാണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ വിജയവും അവിടെ തന്നെയാണ്. ഭാര്യയുടെ അനിയത്തി, ഇവരെ രണ്ടുപേരെയും കല്യാണം കഴിച്ചു. മൂന്നാമത്തെ അനിയത്തിയെയും കൂടെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മാവൻ. പക്ഷേ ഭാവനയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ അമ്മാവനെ തീരെ ഇഷ്ടമല്ല. പക്ഷേ പുതിയൊരു നാടക സങ്കേതത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ കൂടെ ആരെങ്കിലും വേണമല്ലോ എന്നോർത്ത് ഈ അമ്മാവനെ ഗതികേട് കൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെയാണ് അവിടെ ഇങ്ങനെ പറയുന്നത്. പിന്നീട് ഭാവന റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ഡയലോഗുകൾ പറയുമ്പം പൊട്ടിക്കരയുന്നുണ്ട്. തൻ്റെ ജീവിത യാഥാർത്ഥ്യത്തെപ്പറ്റി ഓർത്തിട്ടാണ് ഭാവന അങ്ങനെ കരയുന്നതും ഒക്കെ. അപ്പോൾ തന്നെ റോയിക്ക് ഈ ഭാവനയോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഭാവനയുടെ അഭിനയം കൊച്ചു തോമയ്ക്ക് വളരെ ഇഷ്ടമാകുന്നു. ഇതാണ് അഭിനയമെന്നും ഇത് കണ്ടു പഠിക്കണമെന്നും ഒക്കെ റോയിയോട് തിലകൻ്റെ കഥാപാത്രമായ കൊച്ചു തോമ പറയുന്നുണ്ട്. കൊച്ചു തോമയ്ക്ക് ഭാവനയെ വളരെ ഇഷ്ടമാകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പറയുന്നത്, തൻ്റെ മകളായി ജനിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമം കൊച്ചു തോമ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാവനയെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്. നാടക നടി എന്നതിൽ ഉപരി ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതുന്ന ഒരു നല്ല പെൺകുട്ടി എന്നുള്ള രീതിയിൽ എല്ലാവരും ഇവളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കൊച്ചു തോമ. ഇങ്ങനെ നാടകമൊക്കെ അവസാനിച്ചു. നായകനും നായികയും നന്നായി അഭിനയിച്ചു നാടകത്തിൽ. റോയിയും ഭാവനയും അവർ രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ ആ നാടകമൊക്കെ കൈകാര്യം ചെയ്തു. പിന്നീട് റോയിക്ക് വളരെ വളരെ ഒരു അഗാധമായ പ്രേമം ഭാവനയോട് പിന്നീട് തോന്നി തുടങ്ങുകയാണ്. അവളെ വീണ്ടും കാണണമെന്ന് റോയി വളരെ വളരെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിച്ച്
ഭാവനയെ അന്വേഷിച്ച് അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് വീണ്ടും ഭാവനയെ കാണുമ്പോൾ പറയുകയാണ്, ഭാവന എനിക്ക് ഭാവനയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് റോയി തൻ്റെ പ്രേമം തുറന്നു പറയുന്നുണ്ട്. ഇങ്ങനെ തുറന്നു പറയുന്ന റോയിയുടെ മുന്നിൽ പൊട്ടിച്ചിരിക്കുകയാണ് ഭാവന ചെയ്യുന്നത്. എന്നെപ്പോലൊരു മണ്ണാത്തി പെണ്ണിനെ സ്നേഹിക്കാൻ റോയിക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനല്ല, എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. ഭാവനയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് ഭാവനയോട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ എനിക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. റോയി ആ തീരുമാനം വളരെ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. അവളെ കല്യാണം കഴിക്കണമെന്നും അവളെ സ്നേഹിക്കണമെന്നും ഒക്കെ റോയി ഒരുപാട് വട്ടം തീരുമാനിച്ചിട്ടാണ് ആ ഇഷ്ടം തുറന്നു പറയുന്നതൊക്കെ. അങ്ങനെ ഈ ഒരു കാര്യം അപ്പൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ റോയിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ റോയി വീണ്ടും ആ കുന്നിൻ്റെ മുകളിലേക്ക് അപ്പനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ വളരെ മനോഹരമായിട്ടാണ്. അപ്പനെ എടുത്തോണ്ടാണ് പോകുന്നത്. അത്രമാത്രം സന്തോഷമാണ് അപ്പോൾ റോയി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഉള്ളിൽ ആദ്യമായൊരു പ്രേമം ഉണ്ടായി. അത് സ്വന്തം അപ്പനോട് ഒറ്റയടിക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. അപ്പോൾ റോയി അവിടെ മറ്റൊരു കുറുക്കുവഴി കാണുകയാണ്. താനൊരു നോവൽ എഴുതാൻ പോവുകയാണ് എന്നൊരു കാര്യം അപ്പനോട് പറയുകയാണ്. അപ്പോൾ ഈ നോവലിലെ കഥാപാത്രങ്ങളും റോയിയുടെ ജീവിതം പോലെ തന്നെയാണ്. അപ്പനുമായിട്ട് ഏറ്റവും ഇടപഴകുന്ന ഒരു മകൻ. ആ അപ്പനും മകനും തമ്മിൽ അധ്വാനികളാണ്. അവർ ഒരുപാട് സമ്പാദിക്കുന്നു, കൃഷിയാണ് ജോലി, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മറ്റു മക്കളുണ്ട്, അവർക്കൊക്കെ അപ്പനുമായിട്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അപ്പൻ്റെ പ്രിയപുത്രനായ ഒരാളാണ് ഈ നായകൻ എന്നൊക്കെ റോയി പറയുകയാണ്. അതിനുശേഷം റോയി വീണ്ടും പറയുകയാണ്, അവിടെ വെച്ചൊരു നായികയെ കണ്ടുമുട്ടുന്നുണ്ട്. അമ്പലത്തിൽ മാല കെട്ടുന്ന ഒരു യുവതിയെ കണ്ടുമുട്ടുന്നുണ്ട്. ആ യുവതിയുമായിട്ട് നായകൻ പ്രേമത്തിലാകുന്നു. എല്ലാവരും എതിർക്കുമോ എന്ന പേടിയാണ്. അവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത ബന്ധമാണ്. എല്ലാവരും എതിർത്താലും കുഴപ്പമില്ല, പക്ഷേ അപ്പൻ്റെ എതിർപ്പ് സഹിക്കാൻ നായകനും പറ്റുന്നില്ല. അതുകൊണ്ട് നായകൻ നാട് വിട്ടു പോവുകയാണ് എന്നൊക്കെ കൊച്ചു തോമയോട് റോയി പറയുമ്പോൾ കൊച്ചുതോമ പറയുന്നൊരു കാര്യമുണ്ട്, കളഞ്ഞില്ലേ, എന്ത് നായകനാടാ നിൻ്റെ, നായകൻ എന്ന് പറഞ്ഞാൽ നായകൻ തന്നെ ആയിരിക്കണം, ധൈര്യമുള്ളവനായിരിക്കണം, അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ഈ കൊച്ചുതോമ റോയിയോട് പറയുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിൽ റോയി മറ്റൊരു എടുത്തുചാട്ടം അവിടെ നടത്തുകയാണ്. റോയി ഭാവനയെ കല്യാണം കഴിക്കുന്നു. അത് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും എതിർക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച് സിനിമ മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഭാവനയും റോയിയും തമ്മിലുള്ള വിവാഹശേഷം ഇവർ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രേമം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഒരു മാറ്റത്തിന് തന്നെ കാരണമാണെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിലേക്ക് ഒരു യാഥാർത്ഥ്യബോധം കൊണ്ടുവരാൻ എല്ലാവർക്കും സാധിക്കില്ല എന്ന് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സീൻ കൂടെയായിരുന്നു അത്. അവിടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം അകന്നു പോകുന്നു എന്നുള്ളതാണ്. ഭാവനയും റോയിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞുള്ള ആ ഒരു സീനിൽ റോയിയെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. എനിക്കിനി ഇങ്ങനെ ഒരു മകനില്ല എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടുമ്പോഴത്തേക്കും ഇറങ്ങി അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും റോയി എന്ന് തിരിച്ച് വിളിക്കുന്നുണ്ട്. റോയി പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ തിരിച്ച് വിളിച്ചതാവാമെന്ന്. പക്ഷെ അങ്ങനെയല്ല, കൊച്ചുതോമ പറയാണ്, ഇറങ്ങുമ്പോൾ ആ ഗേറ്റും കൂടെ നീ അടച്ചിട്ട് പൊക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റോയി ഗേറ്റൊക്കെ അടച്ച് ചെല്ലുന്നത് ഭാവനയുടെ വീട്ടിലേക്ക് തന്നെയാണ്. വളരെ അസൗകര്യമുള്ള ആ ഒരു വീട്ടിൽ റോയിക്കൊട്ടും പറ്റുന്നില്ല. ആകെ ഒറ്റ മുറിയുള്ളൊരു വീട്. ആ വീട്ടിൽ ഒരു കട്ടിലേ ഉള്ളൂ. ആ കട്ടിലിൽ കിടക്കുന്നത് അമ്മയാണ്. ഭ്രാന്തിയായ അമ്മയ്ക്ക് ആ കട്ടിലിൽ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. അപ്പോഴും ഭാവന പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോഴും വൈകിട്ടില്ല, റോയിക്ക് എന്നെ വിട്ടു പോകാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ റോയി പറയുന്നു, ഇല്ല, എനിക്കത് പറ്റില്ല,
ഇങ്ങനെ ഭാവനയും റോയിയും ഒരു വശത്ത് വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചു തുടങ്ങുകയാണ്. ഇപ്പുറവശത്ത് മറ്റ് സഹോദരങ്ങളെല്ലാം കൂടെ റോയിയുടെ പേരിലുള്ള സ്വത്തിൻ്റെ പേരിൽ തർക്കവും നടക്കുന്നുണ്ട്. ആ സ്വത്തുകൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജോണിക്കുട്ടി എന്ന് പറഞ്ഞ ചേട്ടനും ഭാര്യയും കൂടെ ഈ ഭാവനയെ വന്ന് കാണുന്നുണ്ട്. നല്ലവളാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും റോയിയുടെ ഭാര്യയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവളെ അങ്ങ് സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ റോയി വീട്ടിലെത്തുമ്പോൾ റോയിക്ക് മാറി ഉടുക്കാനൊന്നുമില്ല. റോയി ഇട്ട ഷർട്ട് കഴുകി പാറയിൽ ഉണക്കാൻ ഇടുമ്പോഴാണ് ഇവർ വന്നു എന്നറിയുന്നതൊക്കെ. അങ്ങനെ ആ ഈറനോടുകൂടിയാണ് റോയി വീട്ടിലേക്ക് വരുന്നതൊക്കെ. അപ്പോഴും ഭാവന പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ വളരെ അസൗകര്യത്തിലാണ് ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനിടയ്ക്ക് റോയിക്ക് കുറച്ച് ഷർട്ടും മുണ്ടുമൊക്കെ ഇവൾ സംഘടിപ്പിച്ചൊക്കെ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ റോയിച്ചൻ ഒരിക്കലും മോശമായി നടക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള ഒരു അർത്ഥത്തിലൊക്കെയാണ് അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഭാവനയെ അരവിന്ദൻ വിളിച്ചുകൊണ്ട് പോയേക്കുകയാണ് റോയിയുടെ മറ്റ് സഹോദരങ്ങളുടെ അടുത്തേക്ക്. അവിടെ ചെല്ലുമ്പോഴാണ് അരവിന്ദൻ എന്ന അമ്മാവൻ്റെ വെറും വൃത്തികെട്ട ഒരു മുഖം നമ്മൾ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇവൾക്കൊരു വില പറയുകയാണ് മറ്റ് സഹോദരങ്ങളെല്ലാം തന്നെ. ഒരു 50,000 രൂപ തരാം, റോയിയുമായിട്ട് നീ വിവാഹം വേർപിരിയണം, അവന് മറ്റൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറയുകയാണ്. നിൻ്റെ ഭാവിയുടെ സുരക്ഷയ്ക്കും നിൻ്റെ മറ്റൊരു വിവാഹത്തിനും വേണ്ടിയാണ് ഞാൻ ഈ പൈസ തരുന്നത് എന്നൊക്കെ പറയുകയാണ്. ആ ഒരു സീനിൽ അരവിന്ദനോട് നമുക്ക് തോന്നുന്ന വളരെ ഒരു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് തോന്നുന്ന ഒരു ഭാവമുണ്ട്. വളരെ വളരെ നമുക്ക് ദേഷ്യം തോന്നുന്നു. ഇവളോട് പറഞ്ഞാൽ മനസ്സിലാകണ്ടേ, കല്യാണമൊക്കെ നടന്നോളും എന്നൊക്കെ പറയുന്ന ഒരു അരവിന്ദനെ. പിന്നീട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്ന ഭാവന വീണ്ടും ഒരു കുന്നിൻ്റെ മുകളിൽ ചെന്ന് റോയിയോട് ചോദിക്കുകയാണ്, എനിക്ക് ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ. അപ്പോൾ നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ ജീവിക്കുമെന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ജീവിതം എന്താണ് എന്നുള്ളൊരു ചോദ്യചിഹ്നം റോയിക്ക് അപ്പോഴാണ് ഒന്ന് റിയലൈസ് ആകുന്നത്. റോയി വീണ്ടും ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ എന്ന് റോയിക്ക് അവിടെ വെച്ചാണ് തോന്നുന്നത്. ഇങ്ങനെ ഭാവനയും റോയിയും തമ്മിലുള്ള ഒരു ഇമോഷണൽ സീനിന് ശേഷം റോയി തൻ്റെ സ്വന്തം വീടിൻ്റെ ഗേറ്റ് തള്ളി തുറന്ന് ചെല്ലുന്ന മറ്റൊരു സീനുണ്ട്. അവിടെ വെച്ച് കൊച്ചു തോമയുടെ പണത്തിന് വാങ്ങിയ തൻ്റെ അത്രയും നേരം ഇട്ടിരുന്ന ആ ഷർട്ടും മുണ്ടും ആ വീടിൻ്റെ മുന്നിൽ വലിച്ചെറിഞ്ഞിട്ട് പോരുകയാണ്. കൊച്ചു തോമ വാങ്ങിച്ചു തന്ന പണം കൊണ്ട് അല്ല ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത്, ഞാൻ ജീവിച്ച് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോരുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, കൊച്ചു തോമയുടെ ചോര തന്നെയാണ് ഈ ശരീരത്ത് ഓടുന്നത് എന്ന് പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അത്രയും കാലം സുഖിമാനായി ജീവിച്ച, ഒരു കഷ്ടപ്പാടും അറിയാതിരുന്ന റോയി അധ്വാനിക്കാൻ പോവുകയാണ്. അതുപോലെ തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്ന ഒരു റോയിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സീനിന് ശേഷം റോയി ജോലി അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ ആദ്യം ചെല്ലുന്നത് തൻ്റെ കോളേജിലുണ്ടായിരുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്താണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്ന് വലിയൊരു അപമാനമാണ് റോയിക്ക് കിട്ടുന്നത് തന്നെ. എന്താണ് വേണ്ടത് മിസ്റ്റർ എന്നാണ് സുഹൃത്തായിരുന്ന ആൾ റോയിയോട് ചോദിക്കുന്നത്. നോ താങ്ക്സ് സാർ എന്ന് പറഞ്ഞിട്ട് റോയി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നുണ്ട്. ഇങ്ങനെ ജോലി അന്വേഷിച്ച് വളരെ ക്ഷീണിതനായിട്ട് ഒരു ലോറിയിൽ കയറി വരുന്ന റോയിയെ പിന്നീട് കാണുന്നുണ്ട്. ഇങ്ങനെ റോയി ലോറിയിൽ പോകുമ്പോൾ വഴിയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ലോഹിതദാസ് സാറിനെ കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് റോയി ഇറങ്ങുന്നുണ്ട്. അവിടെ ഇറങ്ങി എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ സാറിന് എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായി ഈ ലോഹിതദാസ് സാറിൻ്റെ ലൊക്കേഷനിൽ പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ താൻ ചാൻസ് കിട്ടാത്തതിൽ കുറച്ച് അമർഷമൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭം പറയുമ്പോൾ ലോഹിതദാസ് സാറ് പറയും, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ റോയ് വെറുതെ തമാശയ്ക്ക് ചോദിക്കുകയാണ്, ചീത്ത പറഞ്ഞാലേ ഓർമ്മ വരുള്ളൂ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു കാറിൻ്റെ പ്രശ്നം റോയ് മാറ്റി കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും
ലോഹിതദാസ് സാറ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, താൻ മെക്കാനിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് പണ്ട് പോളിയിൽ പഠിച്ചതാണ് ഞാൻ എന്നേ റോയ് അതിന് മറുപടി പറയുന്നുള്ളൂ. പിന്നീട് കാറൊക്കെ ശരിയാക്കി കുറച്ച് പൈസ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും റോയ് പറയും എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ സാറ് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലോഹിതദാസ് സാറ് പറയുന്നുണ്ട്, ചോക്കുമലയിലിരിക്കുന്നയാൾ ചോക്ക് അന്വേഷിച്ച് പോയൊരു കഥയുണ്ട്, അതുപോലെയാണ് താൻ. കയ്യിലിരിക്കുന്ന തൊഴിൽ തനിക്ക് മനസ്സിലാകുന്നില്ല, താൻ മറ്റെന്തൊക്കെയോ അന്വേഷിച്ച് പോവുകയാണ്. സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ തനിക്കുള്ളൂ, ഓരോന്നും വരേണ്ട സമയത്ത് ജീവിതത്തിൽ വന്നുകൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റോയ്ക്ക് വീണ്ടും ലോഹിതദാസ് സാറ് ആ ഒരു പൈസ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ വീട്ടിൽ ചെല്ലുന്നു, ഭാവനയെ കാണുന്നു. ഭാവന ചോദിക്കുന്നു ജോലി കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളവും കിട്ടി. അപ്പോൾ ഈ ശമ്പളം ഞാൻ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പം അതെൻ്റെ തരും എന്ന് വളരെ സാധാരണ രീതിയിൽ ഭാവന പറയാണ്. അപ്പോൾ റോയ് പറയും അല്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നതാണ്, എനിക്കൊരു കോട്ടൺ സാരിയും റോയിച്ചന് ഒരു മുണ്ട് ഷർട്ടും, അതുമല്ല ഞാൻ ഇതുകൊണ്ടൊരു സെറ്റ് സ്പാനറും സ്ക്രൂ ഡ്രൈവറും വാങ്ങിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഈ സ്പാനറും സ്ക്രൂ ഡ്രൈവർ സെറ്റും ഒക്കെ ആയിട്ട് റോയ് ചെല്ലുന്നത് അവരുടെ കുടുംബ വക്കീലിൻ്റെ അടുത്തേക്കാണ്. അപ്പം സ്വത്ത് വേണ്ട എന്നുള്ള ആ ഒരു രേഖകളിൽ ഒരു സൈനും കൂടെ വേണ്ട ആവശ്യമുണ്ട്. അപ്പോഴും വക്കീൽ പറയുന്നുണ്ട്, നിനക്ക് അവകാശപ്പെട്ടത് എന്തിനാണ് നിഷേധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരു വാശിയാണ്, ജീവിതത്തോടുള്ള വാശിയാണ് എന്നൊക്കെ റോയ് വീണ്ടും പറയുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ വക്കീൽ മറ്റൊരു മെക്കാനിക്ക് ആയിട്ടുള്ള ഒരു ആളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ മദ്യപാനിയായിട്ടുള്ള കുഞ്ഞിരാമനാശൻ, അതാണ് റോയ് പിന്നീട് ചെല്ലുന്ന ഒരു മെക്കാനിക്ക്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ കഴുതമോറ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവൻ്റെ തൊലി കണ്ടില്ലേ, ഈ ഒരു ചന്തവും വെച്ചിട്ടാണോ നീ മെക്കാനിക്കാകാൻ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്പാനറൊക്കെ റോയ് ഭയങ്കര മനസ്സില്ലാ മനസ്സോടെ എടുക്കുമ്പോൾ കുഞ്ഞിരാമനാശാൻ ഭയങ്കരമായിട്ട് ശകാരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ റോയ് അവിടെ നിന്നാണ് റോയിയുടെ ഒരു ജീവിതം വീണ്ടും ഒന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്ത് തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. റോയ് അവിടെ വെച്ച് വരുന്ന വാഹനങ്ങളൊക്കെ നന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ദിവസം ഒരു വാഹനം നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അംബാസിഡർ കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അതിന് ബ്രേക്ക് പോരാ എന്നതിലെ പാസഞ്ചർ പറഞ്ഞു എന്നാണ് അതിലെ ഡ്രൈവർ പറയുന്നത്. അപ്പോൾ റോയ് തമാശയ്ക്ക് ചോദിക്കുകയാണ്, പാസഞ്ചർക്കാണോ തൻ്റെ ബ്രേക്കിൻ്റെ കാര്യത്തിൽ അറിവുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും അതിലെ പാസഞ്ചർ കൊച്ചുതൊമ്മയായിരുന്നു, എൻ്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് പോകാനുള്ളതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് തൻ്റെ കുഞ്ഞിപ്പെങ്ങളുടെ വിവാഹമായി എന്ന് റോയ് അറിയുന്നത് പോലും. വളരെ സങ്കടത്തോടു കൂടിയാണ് റോയ് ആ കാര്യം അറിയുന്നത്. അവളെ അത്രയും കാലം ഒരുപാട് സ്നേഹിച്ച ആങ്ങള മറ്റൊരു മാർഗേണ തൻ്റെ പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു എന്നറിയുമ്പോൾ റോയ് വല്ലാതെ തളർന്നു പോകുന്നുണ്ട്. പിന്നീട് ഭാവനയെ കാണുന്ന ലിസിമോളും മേരിപ്പെണ്ണും, ഇവർ പള്ളി കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്, ലിസിമോളും അമ്മയും കൂടെ. അങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഭാവന തൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് പറയാണ്, നീ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് മേരിപ്പെണ്ണ് ഭാവനയോട് ചോദിക്കുമ്പം ഭാവന പറയാണ്, 100 രൂപ കിട്ടും, അതെന്തിനാണ് വെറുതെ കളയുന്നത്, കല്യാണം ഉറപ്പിച്ചു അല്ലേ, ചെക്കനെ റോയിച്ചൻ ദൂരെ നിന്ന് നോക്കി കണ്ടു, ഇഷ്ടമായി എന്ന് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിവാഹത്തിൻ്റെ നിശ്ചയമൊക്കെ കഴിഞ്ഞ ശേഷം മനസ്സമ്മതം ആകുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് മറ്റു മക്കളെല്ലാം തന്നെ ബാക്കിയുള്ള സ്വത്തിൻ്റെ പേരിൽ വീണ്ടും തർക്കം വരികയാണ്. റോയിയുടെ പേരിലുള്ള ഫാക്ടറി തങ്ങൾക്ക് വേണമെന്ന് ബാക്കി 4 മക്കൾക്കും ഒന്നിച്ച് വീതിക്കണമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇതിന് ശേഷം കൊച്ചുതോമ പറയുന്ന കാര്യമുണ്ട്, നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ലിസിമോളുടെ കല്യാണം നടത്താൻ എനിക്കറിയാം, അവളുടെ പേരിൽ 5 ലക്ഷം രൂപ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് വെച്ച് ഞാൻ അവളുടെ കല്യാണം നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ലിസിമോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പൈസ എടുക്കാൻ പോകുന്ന കൊച്ചുതോമയെ കാണുന്നുണ്ട്. കൊച്ചുതോമ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ്. ചീറ്റിംഗ് കേസിൽ പ്രതിയായി പോളച്ചനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ബാങ്കിൻ്റെ മുന്നിൽ വെച്ച് കൊച്ചുതോമ കാണുന്നത്.
തനിക്ക് ദേഹാസ്വാസ്ഥ്യം നേരിടുകയും പിന്നീട് സ്വന്തമായിട്ട് തന്നെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്യുന്നൊരു കൊച്ചുതോമയുണ്ട്. കൊച്ചുതോമ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നതിന് ശേഷം പോളച്ചനോട് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം എന്നാണ്. അങ്ങനെ പോളച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് പോളച്ചനോട് പറയുന്നൊരു കാര്യമുണ്ട്, സത്യസന്ധത ഉണ്ടാവണം ജീവിതത്തിന് എന്നൊക്കെ കൊച്ചുതോമ പറയുന്നുണ്ട്. അപ്പോഴും കൊച്ചുതോമ അനുഭവിച്ചിരുന്ന ആ ഒരു ദുഃഖവും ജീവിത പ്രയാസങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ റോയിയുടെ ആവശ്യം വരികയാണ് അപ്പൻ കൊച്ചുതോമയ്ക്ക്. മകളെ കല്യാണം കഴിപ്പിച്ച് വിടണമെങ്കിൽ താൻ സമ്മതപത്രം എഴുതി കൊടുക്കണം, തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ വിൽക്കാനോ പണയം വയ്ക്കാനോ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊച്ചുതോമയും റോയിയും വീണ്ടും കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുമ്പോൾ വളരെ വാശിയോടുകൂടിയാണ് രണ്ടുപേരും സംസാരിക്കുന്നത് പോലും. എന്താണ് അവർ ജീവിതം ഞാൻ കണ്ടു പഠിച്ചു എന്നുള്ള ആ ഒരു വീറോടുകൂടി സംസാരിക്കുന്ന റോയി, നിൻ്റെ സഹായം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മകളുടെ വിവാഹം നടത്തുമെന്ന് വാശി കാണിക്കുന്ന അപ്പൻ. അങ്ങനെ പ്രേക്ഷകർക്ക് മുന്നിൽ അവർ രണ്ടുപേരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുന്ന ഒരു അപ്പനെ മകനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ലിസിമോള് റോയിയെ തൻ്റെ വർക്ക്ഷോപ്പിൽ വന്ന് കാണുന്നുണ്ട്. എൻ്റെ കല്യാണത്തിന് വരണം, മനസ്സമ്മതത്തിന് വന്നില്ലെങ്കിലും ചേട്ടൻ എൻ്റെ കല്യാണത്തിന് വരണം എന്നൊക്കെ ലിസിമോള് പറയുന്നുണ്ട്. അങ്ങനെ ലിസിമോള് ഈ തൻ്റെ വിവാഹത്തിന് വിളിക്കുന്നുണ്ടെങ്കിലും വാശിയുടെയും വീറിൻ്റെയൊക്കെ പേരിൽ റോയിക്ക് വരാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ദൂരെ നിന്ന് ഒരു ഭിക്ഷക്കാരനെ പോലെ ഞാൻ കണ്ടോളാം, അവരുടെ ഒപ്പം ഞാൻ സദ്യ കഴിച്ചോളാം എന്നൊക്കെ പറയുന്ന റോയി. പക്ഷേ തൻ്റെ വിവാഹത്തിന് പാട്ട് പാടാനെത്തുന്നത് സ്വന്തം ചേട്ടൻ തന്നെയാണ്. അങ്ങനെ റോയിയെ നമ്മൾ വീണ്ടും കാണുന്നത് പള്ളിയിൽ വെച്ചാണ്. ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ എന്ന് പറയുമ്പോൾ റോയി സ്വന്തം അപ്പച്ചനെ നോക്കുന്നതും അമ്മച്ചിയെ നോക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് പ്രേക്ഷകർക്കത് കുറച്ചുകൂടി മനസ്സിലാകും. അവിടെ ഇടയനായിട്ടുള്ള അപ്പനും കൈവിട്ട കുഞ്ഞാടായ മകനെയുമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. പ്രാരാബ്ദങ്ങളെല്ലാം തീർന്ന് മകളുടെ വിവാഹത്തിന് ശേഷം തനിച്ച് ജീവിക്കുന്ന കൊച്ചുതോമയും മേരിപ്പെണ്ണിനെയാണ് വീണ്ടും നമ്മൾ കാണുന്നത്. ഒരു വലിയ വീട്ടിൽ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടേക്ക് വക്കീൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ കൊച്ചുതോമ വക്കീലിനോട് പറയുന്നുണ്ട്, കയ്യിലെ പൈസയൊക്കെ തീർന്നു വരികയാണ്, പറമ്പിലെ ആദായം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, ബാങ്കിലെ പലിശ അടയ്ക്കലാണ് കുറച്ച് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് റോയിയുടെ ബൈക്ക് വിൽക്കുന്ന കാര്യവും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ബൈക്ക് വിൽക്കണമെങ്കിലും ഒരു ഒപ്പ് ആവശ്യമായിട്ട് വരുന്നു. പക്ഷേ റോയി അത് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ വാടക വീട്ടിലിരുന്ന് റോയിയും ഭാവനയും സംസാരിക്കുന്നതാണ് പിന്നീടുള്ള സീൻ. അവിടെ വെച്ച് റോയി പറയുകയാണ്, എത്ര വേണമെങ്കിലും പൈസ ചോദിച്ചോട്ടെ, ഞാൻ കൊടുത്തോളാം, പക്ഷെ അത് വേറൊരാൾക്ക് വിൽക്കാൻ സമ്മതിക്കില്ല, അതെനിക്ക് വേണം, അതെൻ്റെ വാശിയാണ് എന്ന് ഭാവനയോട് പറയുന്നുണ്ട്. ഭാവന അന്നേരം പറയുകയാണ്, ഇനിയെങ്കിലും ഈ വാശി അവസാനിപ്പിച്ചുകൂടെ? അപ്പോൾ റോയി പറയുകയാണ്, ആ വാശി അവസാനിക്കണമെങ്കിൽ അപ്പൻ എന്നോട് വന്ന് മാപ്പ് പറയണം. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഭാവന വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനെ അറിയില്ല. ഭാവനയോട് അതിന് മറുപടി പറയുന്നത്, പിന്നെ നിനക്കാണോ അറിയാവുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഭാവന പറയും, എനിക്കറിയാം നിങ്ങളുടെ അപ്പനെ, നിങ്ങളുടെ അപ്പൻ്റെ ഉള്ളറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ വെച്ചാണ് ഭാവനയും അപ്പനും തമ്മിലുള്ള ആ ഒരു ബന്ധം നമുക്ക് പ്രേക്ഷകർക്ക് വീണ്ടും മനസ്സിലാകുന്നത്. ഭാവന റോയിയോട് പറയുന്നുണ്ട്, ഉടുത്തിരുന്ന മുണ്ടും ഷർട്ടും വലിച്ചെറിഞ്ഞ് വന്ന ഒരു രാത്രിയില്ലേ, അതിൻ്റെ പിറ്റേന്ന് എന്നെ അപ്പൻ വന്ന് കണ്ടിരുന്നു എന്ന്. പോളേട്ടൻ തന്നെ വിളിപ്പിച്ച ആ ഒരു കാര്യമൊക്കെ താൻ അറിയാതെ ആയിരുന്നു എന്ന് ഭാവനയോട് കൊച്ചുതോമ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് പ്രേക്ഷകർ ശരിക്കും കൊച്ചുതോമയിലെ ആ വലിയ മനസ്സിനെ കാണുന്നത് തന്നെ. തന്നോട് അങ്ങനെ ചെയ്യില്ല, ഭാവനയെ താൻ അങ്ങനെ അല്ല കണ്ടിരിക്കുന്നത് എന്ന് കൊച്ചുതോമ പറയുന്നുണ്ട്. കാരണം കൊച്ചുതോമയ്ക്ക് തന്നോട് വലിയ മതിപ്പാണ്, അത്ര വലിയ സ്നേഹമാണ്. തൻ്റെ മകളായി ജനിച്ചില്ലല്ലോ എന്ന ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് കൊച്ചുതോമ
ഭാവനയോട് പറയുന്നുണ്ട്. വീണ്ടും ഭാവനയോട് റോയിയെക്കുറിച്ച് പറയുകയാണ്. റോയ് കുഞ്ഞ് കളിച്ച് നടക്കുന്ന ഒരാളാണ്. വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്ക് കുട്ടികളായി കഴിഞ്ഞാലും എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടാകും. കാരണം റോയ്ക്ക് വേണ്ടി താൻ ഒരുപാട് പണം ചിലവാക്കിയിട്ടും റോയ് ഒന്നും ആയില്ല. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഫീസില്ലാ കോഴ്സ് ഇതിലൂടെ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്നൊക്കെ അപ്പൻ ഒരു മകളോട് പറയുന്നത് പോലെ റോയിയെക്കുറിച്ച് ഭാവനയോട് പറയുന്നുണ്ട് കൊച്ചുതോമ. അവിടെ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ റോയി തൻ്റെ അപ്പൻ ആരാണ്, എന്താണ് തന്നോട് ഇത്രയും നാൾ ചെയ്തത് എന്ന് റോയിക്ക് മനസ്സിലാകുന്നത്. തൻ്റെ ഉള്ളിലുണ്ടാക്കിയെടുത്ത ആ വാശി, അപ്പൻ റോയ് പോലും അറിയാതെ അപ്പനാണ് ആ ഒരു വാശി ഉണ്ടാക്കിയെടുത്തത്. തൻ്റെ ജീവിതം താൻ തന്നെ സ്വയം കെട്ടിപ്പടുക്കണം എന്ന് റോയിയെ മനസ്സിലാക്കി കൊടുത്ത ഒരു അപ്പൻ. പിറ്റേ ദിവസം റോയ് ഭാവനയും വിളിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ജീവിതത്തിൻ്റെ ഫീസില്ലാ കോഴ്സ് പഠിച്ച് പാസ്സായ ആളായിട്ടാണ് റോയ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ വെച്ച് ചിത്രം അവസാനിക്കുകയാണ്. ലോഹിതദാസ് സാറിനോട് ഏറ്റവും ബഹുമാനം തോന്നുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. കാരണം കഷ്ടപ്പാടറിഞ്ഞ് വളർന്നു വന്ന ഒരു അപ്പൻ, കഷ്ടപ്പാടറിഞ്ഞ് കഷ്ടത്തിലൂടെ മാത്രം ജീവിച്ച തൻ്റെ മകളായി ജനിക്കാതെ പോയ ഭാവന, അവർ തമ്മിലുള്ള അപ്പൻ മകൾ ബന്ധമാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമ നമ്മളുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. ഈ സിനിമയിൽ ജയറാമിൻ്റെയും തിലകൻ്റെയും ഒക്കെ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ അത്ഭുതം തോന്നും. കാരണം എത്ര സിമ്പിളായിട്ടാണ് അവർ ഒരു വാശിയേറുന്ന അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്. തിലകൻ ജയറാം കോംബോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ആസ്വദിച്ച് കണ്ട ഒരു സിനിമയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അതോടൊപ്പം തന്നെ ഓരോ അപ്പന്മാരുടെയും അമ്മമാരുടെയും സ്വഭാവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചിത്രം കൂടിയാണ്. കാരണം ഇതിലെ അമ്മയുടെ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ട്രങ്ക് പെട്ടിയിൽ സൂക്ഷിച്ച ഒരു ചെറിയ സമ്പാദ്യത്തിൽ നിന്നാണ് അവരുടെ തുടക്കം എന്ന് പറയുന്നുണ്ട്. ജീവിതത്തെ കരുതുന്ന, മക്കളെ കരുതുന്ന, ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണം എന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന രണ്ട് ദമ്പതികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരുടെ ഒരു സ്ട്രോങ് ബോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത്. വർത്തമാന കാലഘട്ടത്തിലും ഈ സിനിമയ്ക്ക് ഏറെ പ്രാധാന്യം നമുക്ക് നൽകാൻ സാധിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.